Moving on to the second part of Module 4 chapter is analysis of variance. We know that control is a very important function of management. Through control, management ensures that the performance conforms to its plans and objectives. Analysis of variances is helpful in controlling the performance and achieving profit that have been planned. But നമ്മൾ പറഞ്ഞ പോലെ തന്നെ മാനേജ്മെന്റ് ഒരു ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷൻ ആണ് കൺട്രോൾ എന്ന് പറയുന്നത്. ഈ കൺട്രോൾ ഫംഗ്ഷനിലൂടെ അല്ലെ ഒരു കൺട്രോളിങ് ഫംഗ്ഷൻ നമ്മളവിടെ അഡോപ്റ്റ് ചെയ്യുന്ന വഴിയായിട്ട് നമ്മൾ സെറ്റ് ചെയ്ത പ്ലാൻസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് അനുസരിച്ച് പെർഫോമൻസ് പോകുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് മാനേജ്മെന്റ് ഉറപ്പാക്കാൻ സാധിക്കുന്നു. അനാലിസിസ് ഓഫ് വേരിയൻസസ്. അപ്പോൾ വേരിയൻസസ് അനലൈസ് ചെയ്തു. അപ്പോൾ നമ്മുടെ ഓരോ ഓപ്പറേഷൻസുകളുടെയും നമ്മൾ അനലൈസ് സ്റ്റാൻഡേർഡിൻ്റെ ബേസിസിൽ നമ്മൾ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും അറിയാം എന്തുമാത്രം എങ്ങനെയാണ് അതിൻ്റെ വേരിയൻസസ്, എന്തെങ്കിലും ഡീവിയേഷൻസ് ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ ആ ഡീവിയേഷൻസിനെ നമ്മൾ ഇൻഡെപ്ത് ആയിട്ട് അനലൈസ് ചെയ്യുമ്പോഴേ നമുക്ക് ഇൻഡെപ്ത് ആയിട്ട് അനലൈസ് ചെയ്യുമ്പോൾ അതിൻ്റെ ബേസിൽ പിന്നീട് എന്തെങ്കിലും ഒരു പോരായ്മ വന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് മുന്നോട്ടത് ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സച്ച് കറക്റ്റീവ് മെഷേഴ്സുകൾ എടുക്കാനും പെർഫോമൻസ് മുന്നോട്ട് കുറച്ചും കൂടെ എഫക്റ്റീവ് ആക്കുന്നതിനും നമുക്കതിന് സാധിക്കുന്നു എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഈ വേരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുവാണ്? വാട്ട് ഇറ്റ് മീൻസ്? വേരിയൻസ് ഡിനോട്ട്സ് ദ ഡീവിയേഷൻ ഓഫ് ആക്ച്വൽ കോസ്റ്റ് ഓർ പ്രോഫിറ്റ് ഫ്രം സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഓർ പ്രോഫിറ്റ് ഓർ സെയിം. അതായത് ആക്ച്വലും സ്റ്റാൻഡേർഡും തമ്മിൽ ഉള്ള ആ ഒരു ഡിഫറൻസിയേഷൻ, അതാണ് ഞാനിവിടെ പിക്ക് ചെയ്തത്. നമ്മുടെ സ്ലൈഡിൽ കാണുന്ന പോലെ തന്നെ ദ ഡിഫറൻസ് ബിറ്റ്വീൻ അവർ റിസൾട്ട് ആൻഡ് ദ എക്സ്പെക്ടേഷൻ. അവർ റിസൾട്ട് ഈസ് ഡിനോട്ടഡ് ആസ് ആക്ച്വൽ ആൻഡ് ദ എക്സ്പെക്ടേഷൻ ഡിനോട്ട് സ്റ്റാൻഡേർഡ്. അപ്പോൾ സ്റ്റാൻഡേർഡും ആക്ച്വലും, അതിപ്പോൾ കോസ്റ്റ് ആണെങ്കിലും പ്രോഫിറ്റ് ആണെങ്കിലും സെയിം. നമ്മൾ കോസ്റ്റ് എക്സ്പെക്ട് ചെയ്ത് 10 രൂപയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്ത കോസ്റ്റ് ഒരു പ്രോഡക്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ മേടിക്കുന്നതായിട്ട്. പക്ഷേ അത് മാർക്കറ്റിൽ സാധനത്തിൻ്റെ വില 15 ആണ് എന്നുവരികിൽ അവിടെ 5 രൂപ എക്സസ് നമ്മുടെ പോയില്ലേ. നമ്മൾ 10 രൂപ എന്ന് വിചാരിച്ചു, പക്ഷേ 15 ആയി. അല്ലെ പ്രോഫിറ്റ് ഒരു 1 ലക്ഷം രൂപയുടെ സെയിൽ നമ്മൾ നടത്തി 20,000 രൂപ ലാഭം കിട്ടുമെന്ന് നമ്മൾ വിചാരിച്ചു, പക്ഷേ 10,000 രൂപ ലാഭം കിട്ടിയുള്ളൂ. ദാറ്റ് ഈസ് ദ variance denotes like that the difference between our result and the expectation, or the deviation between actual and the standard. There are different kinds of variance analysis are discussed in our chapter. First one is favorable and adverse variance. What it means? what നോക്കി അറിയാം. Actual results are better than expected result. There will be favorable variance. അതായത് നമ്മൾ എക്സ്പെക്ട് ചെയ്ത് നമ്മളിപ്പോൾ സെയിൽ നടത്തി നമുക്ക് കിട്ടിയ എക്സ്പെക്ട് ചെയ്ത പ്രോഫിറ്റ് ഒരു 5,000 രൂപ നമ്മൾ ലാഭം പ്രതീക്ഷിച്ചത്. നമുക്ക് 5,000 എക്സ്പെക്ട് ചെയ്തത് നമുക്ക് 5,500 ശരിക്കും ലാഭം കിട്ടി എന്ന് വിചാരിക്കുക. So the actual result or actual profit is better than the standard profit, expected profit അല്ലേ. So it will be favorable variance. എന്നാൽ നമ്മൾ 5,000 രൂപ പ്രോഫിറ്റ് എക്സ്പെക്ട് ചെയ്തു, നമുക്കൊരു 4,000 രൂപ പ്രോഫിറ്റ് കിട്ടിയുള്ളൂ എന്ന് വിചാരിക്കുക. The actual profit are worse than the expected profit. There will be an adverse variance. Okay, like that. Again, a classification of variance analysis: absolute and relative variance. Absolute variance is shown a difference between standard cost and actual cost in terms of money. മണി ടേംസിൽ ആക്ച്വലും സ്റ്റാൻഡേർഡും തമ്മിലുള്ള വ്യത്യാസം. അതായത് 10,000 ആണ് പ്രോഫിറ്റ് നമ്മൾ എക്സ്പെക്ട് ചെയ്തത്. ആക്ച്വൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത്, അല്ലെ 10,000 ആണ് നമുക്ക് കോസ്റ്റ് ഉണ്ടാവും നമ്മൾ എക്സ്പെക്ട് ചെയ്തത് സ്റ്റാൻഡേർഡ്. പക്ഷേ ആക്ച്വൽ കോസ്റ്റ് നമ്മൾക്ക് 12,000 ഉണ്ടായിട്ടുണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെ ആകുമ്പോഴത്തേക്കിന് അതിനകത്തെ വേരിയേഷൻ എത്രയുടെ കോസ്റ്റിൽ വ്യത്യാസം വന്നിട്ടുണ്ട്? 2,000 രൂപയുടെ വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പം മണി ടേംസിൽ അതിനിപ്പോൾ ഡിഫറൻസ് കണക്കാക്കുന്നതിനെയാണ്, വേരിയൻസ് കാണിക്കുന്നതിനാണ് ആബ്സല്യൂട്ട് വേരിയൻസ് എന്ന് പറയുന്നത്. ആബ്സല്യൂട്ട്ലി 2,000 റുപ്പീസിൻ്റെ വേരിയൻസ് അവിടെ വന്നിട്ടുണ്ട്. എന്നാൽ ഡിഫറൻസ് ബിറ്റ്വീൻ സ്റ്റാൻഡേർഡ് കോസ്റ്റ് ആൻഡ് ആക്ച്വൽ കോസ്റ്റ് ഈസ് എക്സ്പ്രസ്ഡ് ആസ് എ പെർസെൻറ്റേജ് ഓഫ് സ്റ്റാൻഡേർഡ് കോസ്റ്റ്. അതായത് ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ 10,000 ആണ് സ്റ്റാൻഡേർഡ് കോസ്റ്റ്, ആക്ച്വൽ കോസ്റ്റ് 12,000 ആണ്. അപ്പം ആ ഡിഫറൻസിയേഷൻ, ഇത് രണ്ടുമുള്ള ഡിഫറൻസിയേഷനെ നമ്മൾ സ്റ്റാൻഡേർഡ് കോസ്റ്റിൻ്റെ പെർസെൻറ്റേജിലാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 10,000 സ്റ്റാൻഡേർഡ് കോസ്റ്റ്, 12,000 ആണ് ആക്ച്വൽ കോസ്റ്റ്.
എന്ന് പറയുമ്പം അവിടുത്തെ ആ ഡിഫറൻസിയേഷൻ എന്ന് പറയുന്നത് എത്ര ശതമാനത്തിൻ്റെ ഇൻക്രീസാണ് വന്നിരിക്കുന്നത്? 10,000-ൻ്റെ 20%. 10,000-ൻ്റെ 20%മാണ് 12,000. 10,000-ൻ്റെ കൂടെ ഒരു 20% കൂടെ അഡീഷണൽ വരുമ്പോഴാണ് 12,000 റുപ്പീസ് ആകുന്നത് അല്ലേ? അപ്പം സ്റ്റാൻഡേർഡ് കോസ്റ്റിൻ്റെ ഇത്ര ശതമാനം കൂടുതലാണ് ആക്ച്വൽ കോസ്റ്റ് വന്നിരിക്കുന്നത് എന്നാണ് പറയുന്നതെങ്കിൽ അതിനെയാണ് റിലേറ്റീവ് വേരിയൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം മണി ടേംസിൽ 2,000 റുപ്പീസിൻ്റെ വേരിയൻസ് എന്നാണ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നതെങ്കിൽ അത് ആബ്സല്യൂട്ട് വേരിയൻസ് എന്നും, ആക്ച്വൽ കോസ്റ്റ് ഈസ് 20% ഗ്രേറ്റർ ദാൻ സ്റ്റാൻഡേർഡ് കോസ്റ്റ് എന്നാണ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നതെങ്കിൽ അത് റിലേറ്റീവ് വേരിയൻസ് എന്നുമാണ് പറയുന്നത്. Then the importance of variance analysis. Variance analysis is mainly to find out the reason causing difference in cost. കോസ്റ്റിൽ വരുന്ന വേരിയേഷൻ എന്തിൻ്റെ കാരണത്താലെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റുന്നു. MB കോൺസെപ്റ്റ് നമുക്കവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ള രീതിക്കാണ് പറയുന്നത്. MB കോൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഉദ്ദേശിക്കുന്നത് എന്തുവാ? MB കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ സ്മോൾ DV. MB എന്ന് പറഞ്ഞാൽ മാനേജ്മെന്റ് ബൈ എക്സംഷൻ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മൾ വേരിയൻസ് അനലൈസ് ചെയ്യുമ്പോഴത്തേക്കിന് ചെറിയ സ്മോൾ വേരിയേഷൻ ആണ് അല്ലെങ്കിൽ ഡീവിയേഷൻ ഒക്കെയാണ് വന്നിരിക്കുന്നത് എന്തെങ്കിലും കൺസേൺ ഡിപ്പാർട്ട്മെന്റിൽ തന്നെ നമ്മൾ അത് എന്ത് ചെയ്താൽ മതി, പരിഹരിച്ച് പോയാൽ മതി. അത് ടോപ്പ് മാനേജ്മെന്റിനെ അറിയിക്കേണ്ട കാര്യമില്ല, അവരെ മെനക്കെടുത്തേണ്ട കാര്യമില്ല. എന്നാൽ വേരിയേഷൻ എന്ന് പറയുന്നത് ഒരു ഹയർ വേരിയേഷൻ ആണ് നമുക്ക് വന്നിരിക്കുന്നത് എന്ന് വരികിൽ നമ്മളത് എന്ത് ചെയ്യണം? അത് ടോപ്പ് മാനേജ്മെന്റിനെ നമ്മളത് അറിയിക്കണം. അപ്പം പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം ഇപ്പം അതൊരു അൺഫേവറബിൾ ആയിട്ടുള്ള ഒരു അഡ്വേഴ്സ് ആയിട്ടുള്ള ഒരു ഹയർ വേരിയേഷൻ ആണ് അവിടെ വന്നിരിക്കുന്നത് എന്ന് വരികിൽ മാത്രമേ നമ്മളത് എന്ത് ചെയ്യത്തുള്ളൂ, ടോപ്പ് മാനേജ്മെന്റിനെ അറിയിക്കത്തുള്ളൂ. അല്ലാത്ത പക്ഷം നമ്മൾ കൺസേൺ ഡിപ്പാർട്ട്മെന്റിൽ തന്നെ നമ്മൾ അതിൻ്റെ കാര്യങ്ങൾ പരിഹരിച്ചു പോകാനാണ് ശ്രമിക്കുന്നത്. Okay, the management need not pay attention to items or departments proceeding according to the standards laid out. It is only in case of unfavorable items that the management has to exercise control. This type of technique is considered as an effective way of exercising control because management cannot devote their limited time to everyone. എല്ലാ കാര്യങ്ങളിലും മാനേജ്മെന്റ് ടോപ്പ് മാനേജ്മെന്റിന്റെ ഒപ്പീനിയൻ ചോദിച്ച് ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല. ചെറിയ ചെറിയ വേരിയേഷൻസേ ഉള്ളെങ്കിൽ അത് കൺസേൺഡ് ഓപ്പറേഷണൽ ഡിപ്പാർട്ട്മെന്റ് തന്നെ മാനേജർ ഡീൽ ചെയ്ത് പോവാം. ഇനി അതല്ല വലിയൊരു നമ്മൾ സ്റ്റാൻഡേർഡ് ആൻഡ് വേഴ്സസ് ആക്ച്വൽ വേരിയേഷൻ എന്ന് പറയുന്ന ഒരു ഹൈ വേരിയേഷൻ ആണ് വന്നിരിക്കുന്നത് എന്നവരിൽ നമ്മളത് ടോപ്പ് മാനേജ്മെന്റിനെ അറിയിക്കണം എന്നുള്ള രീതിക്കാണ് പോകുന്നത്. അതാണ് അവിടെ കോൺസെപ്റ്റ് MB കോൺസെപ്റ്റ് അവിടെ ഇംപ്ലിമെന്റ് ചെയ്യുന്നു എന്ന് പറയുന്നത്. Then you have to control a device. Control devices. Variances deemed as a control device are to be calculated to fix responsibility for deviation from standard cost and thus to control cost. ഇപ്പോൾ കോസ്റ്റ് കൺട്രോൾ പർപ്പസിന് വേണ്ടിയിട്ടാണ് വേരിയൻസിനെ നമ്മൾ കൺട്രോളബിൾ വേരിയൻസ് എന്നും അൺകൺട്രോളബിൾ വേരിയൻസ് എന്നും പറയും. അപ്പോൾ if a variance can be identified as a primary responsibility of a specific person, ഒരു പെർട്ടിക്കുലർ ഒരു പേഴ്സന്റെ ഒരു റെസ്പോൺസിബിലിറ്റി ആയിട്ടാണ് നമ്മൾ ആ വേരിയൻസിനെ അവിടെ കണക്കാക്കുന്നത് എന്ന് വരിക അത് കൺട്രോളബിൾ വേരിയൻസ് ആണ്. അതായത് ഒരു ഇന്നയാളുടെ കുഴപ്പം കൊണ്ടാണ് അത് ഇന്നയാളുടെ ഭാഗത്തു നിന്ന് വന്ന വീഴ്ച കൊണ്ടാണ് അങ്ങനെ വന്നത്, ആ വേരിയൻസ് ഉണ്ടായത്. അപ്പോൾ അത് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് വേരിയൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റും. എന്നാൽ ഇഫ് ദ വേരിയൻസ് ഈസ് ഡ്യൂ ടു ദ ഫാക്ടേഴ്സ് ബിയോണ്ട് ദി കൺട്രോൾ ഓഫ് ആൻ ഇൻഡിവിജ്വൽ, ഒരു വ്യക്തിക്ക് കൺട്രോൾ ചെയ്യുന്നതിന് അപ്പുറമായിട്ടുള്ള മറ്റേതെങ്കിലും എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് മുഖാന്തരമാണ് വേരിയൻസ് ഉണ്ടായത് എന്ന് വരികയിൽ അത് അൺകൺട്രോളബിൾ ഫാക്ടറാണ്, അൺകൺട്രോളബിൾ വേരിയൻസ് ആണ് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ അവിടെ നോക്കിയാൽ അറിയാം ഡെവിയേഷൻ ഓഫ് ടോട്ടൽ ആക്ച്വൽ കോസ്റ്റ് from total standard cost is known as total cost variance. അപ്പോൾ സ്റ്റാൻഡേർഡ് കോസ്റ്റിൽ നിന്ന് ആക്ച്വൽ കോസ്റ്റിൽ വരുന്ന വേരിയേഷൻ ആണ് കോസ്റ്റ് വേരിയൻസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ നെറ്റ് വേരിയൻസ് വിച്ച് ഈസ് ദ അഗ്രിഗേറ്റ് ഓഫ് ഓൾ വേരിയൻസസ് റിലേറ്റിംഗ് ടു വേരിയസ് എലമെന്റ്സ് ഓഫ് കോസ്റ്റ് ബോത്ത് ഫേവറബിൾ ആൻഡ് അൺഫേവറബിൾ. Then moving on to the classification of variance. നോക്കിയാൽ അറിയാം വേരിയൻസിനെ നമ്മൾ മൂന്നായിട്ടാണ്. അനാലിസിസ് ഓഫ് വേരിയൻസ് മേ ബി ഡൺ ഇൻ റെസ്പെക്ട് ഓഫ് ഈച്ച് എലമെന്റ് ഓഫ് കോസ്റ്റ് ആൻഡ് സെയിൽസ്. നെയിംലി മെറ്റീരിയൽ വേരിയൻസ് ഉണ്ട്, ലേബർ വേരിയൻസ് ഉണ്ട്, ഓവർഹെഡ് വേരിയൻസ് ഉണ്ട്.
Moving on to the first case, categorization of variance is material variance. Material variance in case of materials, following may be the variances. അതായത് MCV, material cost variance, MUV എന്ന് പറയുന്നത് മെറ്റീരിയൽ യൂസേജ് വേരിയൻസ് അല്ലെ ക്വാണ്ടിറ്റി വേരിയൻസ് എന്ന് പറയും. MPV എന്ന് പറയുന്നത് മെറ്റീരിയൽ പ്രൈസ് വേരിയൻസ്. MMV എന്ന് പറയുന്നത് മെറ്റീരിയൽ മിക്സ് വേരിയൻസ്, മെറ്റീരിയൽ ഈൽഡ് വേരിയൻസ് MYV. ഈ പിക്ചറൈസേഷനിൽ നിന്ന് കാര്യം വ്യക്തമാണ്. MCV എന്ന് പറയുന്നത് MUVയും MPVയും കൂടെ അഗ്രിഗേറ്റ് ചെയ്യുമ്പോഴാണ് MCV കിട്ടുന്നത്. MMVയും MYVയും കൂടെ അഗ്രിഗേറ്റ് ചെയ്യുന്ന വാല്യൂ ആണ് MUV എന്ന് പറയുന്നത്. ഓക്കെ, ഇതെല്ലാം ഇൻഡിവിജ്വലി നമ്മൾ സെപ്പറേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നെങ്കിലും ക്രോസ് ചെക്ക് വേരിഫിക്കേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ടെക്നിക്ക് അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നത്, അഡോപ്റ്റ് ചെയ്യുന്നത്. ഈ രണ്ട് വേരിയൻസുകൾ ആഡ് ചെയ്യുമ്പോൾ ഇത് വരുന്നുണ്ട്. ഫസ്റ്റ്ലി മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ്. മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഓഫ് മെറ്റീരിയൽസ് ഫോർ ദ ഔട്ട്പുട്ട് അച്ചീവ്ഡ് ആൻഡ് ദ ആക്ച്വൽ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽസ് യൂസ്ഡ്. നമ്മൾ ആസ് പെർ ദി സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്ത പ്രകാരം ഈ ഔട്ട്പുട്ട് അച്ചീവ്, ഇത്ര യൂണിറ്റ്സ് ഓഫ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് നമ്മൾ എത്രയാണ് മെറ്റീരിയൽസ് അതിന് വേണ്ടി നിശ്ചയിച്ചിരുന്നത്, കൂടാതെ ആൻഡ് ദ ആക്ച്വൽ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽസ് യൂസ്ഡ്. അതുകൂടാതെ തന്നെ എത്ര രൂപ, എന്നാൽ അത് എത്ര രൂപയുടെ മെറ്റീരിയലാണ് നമ്മൾ ആക്ച്വലി യൂസ് ചെയ്യേണ്ടി വന്നത്. നമ്മൾ എക്സ്പെക്ട് ചെയ്ത കോസ്റ്റ് ഓഫ് മെറ്റീരിയലും എസ്റ്റിമേറ്റ് ചെയ്ത കോസ്റ്റ് ഓഫ് മെറ്റീരിയലും ആക്ച്വലി വന്ന കോസ്റ്റോ ആക്ച്വലി യൂസ് ചെയ്ത മെറ്റീരിയലിൻ്റെ കോസ്റ്റും തമ്മിലുള്ള ഡിഫറൻസിയേഷനാണ് മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ് എന്ന് പറയുന്നത്. ഓക്കെ, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ 1000 യൂണിറ്റ്സ് ഓഫ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ നമ്മൾക്ക് 500 കിലോഗ്രാം ഓഫ് മെറ്റീരിയലാണ് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്തതെന്ന് വിചാരിക്കാം. എസ്റ്റിമേറ്റഡ് കോസ്റ്റ് 500 കിലോഗ്രാം 10 രൂപ, 500 കിലോഗ്രാം 2 രൂപ വെച്ച് എത്രയാണ്, 1000 രൂപ ആണ് നമുക്ക് ചിലവാകുന്നത് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്തത്. പക്ഷേ നമുക്ക് ചിലവായതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 550 യൂണിറ്റ്സ് 3 രൂപ വെച്ച് 1650 രൂപ നമുക്ക് മെറ്റീരിയൽ കോസ്റ്റ് ആയിട്ടുണ്ട്. അപ്പം അതിനകത്തെ ഡിഫറൻസ് നോക്കിയേ, നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്ത കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ എത്രയായിരുന്നു, 1000 ആയിരുന്നു. അതായത് 500 വെച്ച് 2 രൂപ വെച്ച് 500 കിലോഗ്രാം ഓഫ് മെറ്റീരിയൽ ആകത്തുള്ളൂ എന്ന് വിചാരിച്ചു. പക്ഷേ നമുക്ക് ആക്ച്വലി ആ മെറ്റീരിയൽ 3 രൂപയ്ക്കാണ് കിട്ടിയത്. അതുമല്ല 550 യൂണിറ്റ്സ് നമുക്ക് മെറ്റീരിയൽ ആവശ്യമായിട്ട് വന്നു. അപ്പോൾ 1650 രൂപ മെറ്റീരിയൽ കോസ്റ്റ് തന്നെയായി. അപ്പം നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്തത് 1000, നമുക്ക് ആക്ച്വലി കോസ്റ്റ് വന്നത് 1650. ദ വേരിയൻസ് ബിറ്റ്വീൻ ആക്ച്വൽ കോസ്റ്റ് ആൻഡ് ദ സ്റ്റാൻഡേർഡ് കോസ്റ്റ് ബിക്കംസ് 650. അതാണ് മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ് എന്ന് പറയുന്നത്. The cost can be computed using the formula material cost variance equal SQ into SP minus AQ into AQ. എന്ന ഷോർട്ട് ഫോമിലാണ് ഞാൻ ഇക്വേഷൻ ഇട്ടിരിക്കുന്നത്, പഠിക്കാൻ എളുപ്പത്തിനാണ്. SQ means standard quantity for actual output. സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ഫോർ ആക്ച്വൽ ഔട്ട്പുട്ട്. ആക്ച്വൽ ഔട്ട്പുട്ടിൻ്റെ സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റിയാണ് നമ്മൾ ഇവിടെ SQ എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ചിലപ്പോൾ നമ്മുടെ ക്വസ്റ്റിനകത്ത് ഒരു യൂണിറ്റിൻ്റെ സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റിയോ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ടിൻ്റെ സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റിയോ ഒക്കെ ആയിരിക്കും നമുക്ക് ക്വസ്റ്റിനകത്ത് ചിലപ്പോൾ തരിക. അപ്പോൾ ക്വസ്റ്റ്യൻ ക്ലിയർ ആയിട്ട് വായിച്ചിട്ട് ഇവിടെ സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി എന്നെടുക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് റെപ്രസെൻറ്റിംഗ് ഓഫ് ആക്ച്വൽ ഔട്ട്പുട്ട്. Then standard price എന്ന് പറയുന്ന SP becomes standard price per unit. Then actual quantity used, അതാണ് AQ എന്ന് പറയുന്നത്. എത്ര യൂണിറ്റ്സ് നമ്മൾ ഉപയോഗിച്ചു എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. Then എത്ര രൂപയുടെ സാധനം, ആക്ച്വൽ പ്രൈസ്, എത്ര രൂപ നമുക്ക് ആ മെറ്റീരിയലിന് കോസ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇക്വേഷൻ എന്ന് പറയുന്നത് SQ into SP minus AQ into AP. That is the differentiation between standard cost and actual cost is indicated as material cost variance. അപ്പോൾ ആ ഇക്വേഷൻ ഒന്ന് ഓർത്തിരുന്നോളാം. ഒരു എക്സാമ്പിൾ നോക്കാം. എ പ്രൊഡക്റ്റ് A requires 10 kilogram of material at rate of 4 per kg. എന്ന് വെച്ച് കഴിഞ്ഞാൽ 10 കിലോഗ്രാം ഓഫ് മെറ്റീരിയൽ ആണ് ആവശ്യമായിട്ട് വരുന്നത്. 4 രൂപ, 1 കിലോയ്ക്ക് 4 രൂപ വെച്ചാണ് നമ്മൾ കണക്ക് കൂട്ടിയിരിക്കുന്നത്. ഒരു പ്രോഡക്റ്റ് A
പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് 4 രൂപ ഒരു കിലോയ്ക്ക് വെച്ച് 10 കിലോഗ്രാം ഓഫ് മെറ്റീരിയൽ ആവശ്യമായിട്ട് വരും എന്നുള്ളതാണ് നമ്മൾ അവിടെ എസ്റ്റിമേറ്റ് ചെയ്തിരിക്കുന്നത്. ദ ആക്ച്വൽ കൺസംഷൻ ഓഫ് മെറ്റീരിയൽ ഫോർ മാനുഫാക്ചറിങ് പ്രോഡക്റ്റ്. എന്നാൽ പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആക്ച്വലി നമ്മൾ എത്ര മെറ്റീരിയൽ നമ്മൾ മേടിച്ചിട്ടുണ്ട്? 12 കിലോഗ്രാം മേടിച്ചിട്ടുണ്ട്. എത്ര രൂപയ്ക്ക്? 4 രൂപയ്ക്ക്. അപ്പം തന്നെ അതിനകത്ത് വ്യക്തമായി സ്റ്റാൻഡേർഡ് ഏതാണ് ആക്ച്വൽ ഏതാണെന്ന് നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്ത് കാണും. സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് 10, സ്റ്റാൻഡേർഡ് റേറ്റ് എന്ന് പറയുന്നത്, സ്റ്റാൻഡേർഡ് പ്രൈസ് എന്ന് പറയുന്നത് 4. ആക്ച്വൽ ക്വാണ്ടിറ്റി യൂസ് ചെയ്തത് 12 കിലോഗ്രാം, ആക്ച്വൽ പ്രൈസ് 4.5. Then we have to apply the equation material cost variance എന്ന് പറയുന്നത് standard cost for actual output minus actual cost. അതല്ല എങ്കിൽ ഇക്വേഷൻ ഈ രീതിക്ക് എഴുതാം, SP into SQ minus AP into AQ. അങ്ങനെ വരുമ്പോൾ സ്റ്റാൻഡേർഡ് പ്രൈസ് എന്ന് പറയുന്നത് 4, സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് 10 ആണ് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്തത്. ആക്ച്വൽ പ്രൈസ് എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ്? 4.5 രൂപയ്ക്കാണ് ഒരു കിലോഗ്രാം നമ്മൾ മെറ്റീരിയൽ നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത്. എത്ര ക്വാണ്ടിറ്റി വാങ്ങിച്ചു? 12 ക്വാണ്ടിറ്റി വാങ്ങിച്ചു. അപ്പം നമ്മൾ കോസ്റ്റ് വേരിയൻസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എത്രയാണ്? 40 minus 54, 14 വന്നിരിക്കുന്നത്. 40 minus 54 മീൻസ് നെഗറ്റീവ് വാല്യൂ ആണ് 14 എന്ന് പറയുന്നത്. സോ 14 becomes the variance becomes unfavorable or the adverse variance. കാരണം എന്നാ adverse variance എന്ന് പറയാൻ കാരണം സ്റ്റാൻഡേർഡ് കോസ്റ്റ് എന്ന് പറയുന്നത് 40 നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്തുള്ളൂ. പക്ഷെ നമുക്ക് 54 രൂപ കോസ്റ്റ് വന്നിട്ടുണ്ട്, ചെലവ് വന്നിട്ടുണ്ട്. അപ്പോൾ ആക്ച്വൽ കോസ്റ്റ് കൂടുതലാണ് സ്റ്റാൻഡേർഡിന് സെറ്റ് ചെയ്തതിനേക്കാളും. അതുകൊണ്ടാണ് ഇറ്റ് ഈസ് an unfavorable or adverse variance എന്ന് പറയുന്നത്. Then the next question നോക്കിയേ. The standard material and the standard cost per kilogram of material required for the production of 1 unit of product A is മെറ്റീരിയൽ 5 കിലോഗ്രാം 5 രൂപയ്ക്ക് ഒരു കിലോഗ്രാം 5 രൂപ വെച്ച്. അവിടെ പറഞ്ഞിരിക്കുന്നതന്നെ പ്രോഡക്റ്റ് എ, ഒരു യൂണിറ്റ് ഓഫ് പ്രോഡക്റ്റ് എ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്ത സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് 5 കിലോഗ്രാമും 1 കിലോഗ്രാമിന് 5 രൂപ വെച്ചും എന്നാണ് നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്നത്, അല്ലെ എസ്റ്റിമേറ്റ് ചെയ്തിരിക്കുന്നത്. എന്നാൽ ദ ആക്ച്വൽ പ്രൊഡക്ഷൻ ആൻഡ് റിലേറ്റഡ് ഡേറ്റ ആർ, എന്നാൽ ആക്ച്വൽ പ്രൊഡക്ഷൻ എങ്ങനെയാണെന്നുള്ളത് പറയുന്നുണ്ട്. എത്ര യൂണിറ്റ്സ്? 400 യൂണിറ്റ്സ് ഓഫ് പ്രോഡക്റ്റ് എ ആണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ദാറ്റ് ബിക്കംസ് ദ ആക്ച്വൽ ഔട്ട്പുട്ട്. ആക്ച്വൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 400 യൂണിറ്റ്സ്. മെറ്റീരിയൽ എത്ര യൂണിറ്റ്സ് ഉപയോഗിച്ചിട്ടുണ്ട്? 2200 കിലോഗ്രാം ഉപയോഗിച്ചിട്ടുണ്ട്. 1 കിലോഗ്രാമിന് 4.80 പെർ kg ആണ് നമുക്ക് ചിലവായിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കോസ്റ്റ് വേരിയൻസ് കാണണം. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 4 ഐറ്റം, കുറച്ച് മുമ്പേ പറഞ്ഞ പോലെ നമ്മുടെ ഇക്വേഷൻ സ്റ്റേറ്റ് ചെയ്യുന്ന വെച്ച് നോക്കിയാൽ അറിയാം 4 എലമെന്റ്സ് ആണ് അതിനകത്തുള്ളത്. 1 സ്റ്റാൻഡേർഡ് പ്രൈസ്, 2 ആക്ച്വൽ പ്രൈസ്, 3 സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി, 4 ആക്ച്വൽ ഔട്ട്പുട്ട്, ദെൻ ആക്ച്വൽ ക്വാണ്ടിറ്റി യൂസ്ഡ്. അതാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യേണ്ടത്. അപ്പോൾ ഇതിനകത്ത് നോക്കിയാൽ സ്റ്റാൻഡേർഡ് പ്രൈസ് എന്ന് പറയുന്നത് എത്രയാണ്? 5 രൂപയാണ് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്തത്, അല്ലേ? ഓക്കെ. ആക്ച്വൽ പ്രൈസ് എന്ന് പറയുന്നത് നമുക്ക് ആയിരിക്കുന്നത് 4.8 ആണ്, ആണല്ലോ. യെസ്. ഇനി അവിടെ നോക്കേണ്ടത് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ഫോർ ആക്ച്വൽ ഔട്ട്പുട്ട്. SQ എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ഫോർ ആക്ച്വൽ ഔട്ട്പുട്ടാണ്. നമുക്ക് തന്നിരിക്കുന്ന സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി 5 കിലോഗ്രാം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഫോർ 1 യൂണിറ്റ്. 1 യൂണിറ്റിനാണ് 5 കിലോഗ്രാം മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ 400 യൂണിറ്റ്സ് ഔട്ട്പുട്ടിന് എത്ര മെറ്റീരിയൽ വേണം? എത്ര വേണം? 5 ഇൻറ്റു 1 യൂണിറ്റിന് 5 കിലോഗ്രാം എന്ന് പറയുമ്പോഴത്തേക്കും 400 യൂണിറ്റ്സിൻ്റെ സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് എത്രയായിരിക്കും? അതായത് 400 ഇൻറ്റു 5, അതാണ് 2000 എന്ന് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അതാണ് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ഫോർ ആക്ച്വൽ ഔട്ട്പുട്ട് എന്ന് പറയാൻ കാരണം. ആക്ച്വൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 400 യൂണിറ്റ്സാണ്. നമുക്ക് തന്നിരിക്കുന്നതിനകത്ത് 1 യൂണിറ്റിൻ്റെ മെറ്റീരിയലാണ് 5 കിലോഗ്രാം വേണമെന്ന് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 1 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ നമ്മൾ 5 കിലോഗ്രാം എക്സ്പെക്റ്റ് ചെയ്യുമ്പോൾ ആക്ച്വൽ ഔട്ട്പുട്ട് 400 യൂണിറ്റ്സ് ആണ്. അതിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി എസ്റ്റിമേറ്റ് ചെയ്യുമ്പോൾ എത്ര വരും? 400 ഇൻറ്റു 5,
that means 2000 minus actual price എന്ന് പറയുന്നത് എത്രയാ 4.8 into actual quantity used എന്ന് പറയുമ്പോൾ എത്ര മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടുണ്ട് 2200 കിലോഗ്രാം ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നോക്കിയേ സ്റ്റാൻഡേർഡ് പ്രൈസ് 5 into standard quantity 2000 minus actual price 4.8 into actual quantity 2200. That means the standard cost 10,000, actual cost 10,560. In that case also the variance becomes unfavorable or adverse because actual cost is greater than standard cost. Okay. Then material price variance. Material price variance occurs. പ്രൈസിനകത്ത് എങ്ങനെയാണ് വേരിയൻസ് ഉണ്ടാകുന്നത്? occurs when raw materials are purchased at a price differ from standard price. അതായത് നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞാൽ മെറ്റീരിയൽ പർച്ചേസ് ഇത്ര രൂപയ്ക്ക് സാധനം കിട്ടുമെന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നു, എസ്റ്റിമേറ്റ് ചെയ്യുന്നു, അതാണ് സ്റ്റാൻഡേർഡ് പ്രൈസ്. പക്ഷെ ആ വിലയ്ക്ക് സാധനം കിട്ടിയിട്ടില്ല എന്ന് വരികിൽ ആ ഡിഫറൻസിയേഷനാണ്, ആ ആക്ച്വലും സ്റ്റാൻഡേർഡ് പ്രൈസും തമ്മിലുള്ള വേരിയേഷനാണ് ഏത് മെറ്റീരിയൽ പ്രൈസ് വേരിയൻസ്. അതായത് 10 രൂപയ്ക്ക് 1 കിലോഗ്രാം മെറ്റീരിയൽ 10 രൂപയ്ക്ക് കിട്ടുമെന്ന് നമ്മൾ വിചാരിച്ചു, പക്ഷെ നമുക്ക് 1 കിലോഗ്രാമിന് 12 രൂപ ചിലവായി എന്ന് വിചാരിച്ചു. സോ ദ വേരിയൻസ് ബിക്കംസ് 2 അല്ലേ? അതാണ് പ്രൈസ് വേരിയൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഈസ് ദാറ്റ് പോർഷൻ ഓഫ് ഡയറക്റ്റ് മെറ്റീരിയൽസ് വിച്ച് ഈസ് ഡ്യൂ ടു ദ ഡിഫറൻസ് ബിറ്റ്വീൻ ആക്ച്വൽ പ്രൈസ് പെയ്ഡ് and standard price specified. It can be computed using the formula material price variance ആണ്. പ്രൈസ് വേരിയൻസ് എന്ന് പറയുമ്പോൾ അവിടെ ഇക്വേഷൻ ഓർത്തോണം, സ്പെസിഫൈ SP മൈനസ് AP, അതായത് പ്രൈസ് വേരിയൻസ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പ്രൈസ് വേരിയൻസ് എന്ന് പറയുമ്പോൾ SP മൈനസ് AP, സ്റ്റാൻഡേർഡ് പ്രൈസ് മൈനസ് ആക്ച്വൽ പ്രൈസ് ഇൻറ്റു സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി യൂസ്ഡ്. That is the equation. This variance is unfavorable. അപ്പോൾ ഈ മെറ്റീരിയൽ പ്രൈസ് വേരിയൻസ് അൺഫേവറബിൾ ആകണമെങ്കിൽ എങ്ങനെ ആകണം? നമ്മൾ സെറ്റ് ചെയ്ത പ്രൈസിനേക്കാളും കൂടുതൽ നമുക്ക് ചിലവായാലാണ് അത് അൺഫേവറബിൾ വേരിയൻസ് ആയിട്ട് മാറുന്നത്. ഇറ്റ് ഈസ് അഡ്വൈസബിൾ ദാറ്റ് മെറ്റീരിയൽ പ്രൈസ് വേരിയൻസ് ഷുഡ് ബി കാൽക്കുലേറ്റഡ് അറ്റ് ദി ടൈം ഓഫ് മെറ്റീരിയൽ പർച്ചേസ് റാദർ ദാൻ വെൻ മെറ്റീരിയൽസ് ആർ യൂസ്ഡ്. അപ്പോൾ മെറ്റീരിയൽസ് ഉപയോഗിക്കുന്ന സമയത്തല്ല, മെറ്റീരിയൽ പർച്ചേസ് ചെയ്യുന്ന സമയത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പർച്ചേസ് ചെയ്യേണ്ട സമയത്താണ് നമ്മൾ ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. പ്രൈസ് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ മെറ്റീരിയൽ ഉപയോഗിച്ചെല്ലാം കഴിഞ്ഞിട്ട് നമ്മളിത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ പർച്ചേസ് ചെയ്യേണ്ട സമയത്ത് നമ്മൾ എക്സ്പെക്റ്റിമേറ്റ് ചെയ്യുവാണ് ഇത്ര രൂപയ്ക്ക് സാധനം കിട്ടുമായിരിക്കും, എന്നാൽ നമുക്ക് ആക്ച്വലി ആയത് ഇത്ര ഇതിൽ കൂടുതൽ നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്തതിനേക്കാളും കൂടുതലല്ലേ കുറവേ ആയിട്ടുള്ളൂ, അല്ലെ കൂടുതലായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ വേരിയൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് പറയുന്നത്. അവിടെ ഒരു എക്സാമ്പിൾ നോക്കിയേ. ഫ്രം ദി ഫോളോയിങ് ഇൻ ഡേറ്റ കമ്പ്യൂട്ട് മെറ്റീരിയൽ പ്രൈസ് വേരിയൻസ്. ഇവിടെ ഇതിനകത്ത് സ്റ്റാൻഡേർഡ് മെറ്റീരിയൽ കോസ്റ്റ് പെർ യൂണിറ്റ് തന്നിട്ടുണ്ട്, മെറ്റീരിയൽ ഇഷ്യൂഡ് തന്നിട്ടുണ്ട്. രണ്ട് മെറ്റീരിയൽസിൻ്റെ സ്റ്റാൻഡേർഡ് കോസ്റ്റ് പെർ യൂണിറ്റ് ആണ് തന്നിരിക്കുന്നത് അല്ലേ? അപ്പം മെറ്റീരിയൽ എ 2 pieces at ₹1, 2 രൂപ ടോട്ടൽ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ. സ്റ്റാൻഡേർഡ് കോസ്റ്റ് മെറ്റീരിയൽ എയുടെ 2 രൂപ. മെറ്റീരിയൽ ബി യുടെ സ്റ്റാൻഡേർഡ് കോസ്റ്റ് എന്ന് പറയുന്ന 6 ആണ്, അതായത് 3 പീസസ് 2 രൂപ വെച്ച്, അങ്ങനെ 6 രൂപ സ്റ്റാൻഡേർഡ് കോസ്റ്റ്. ദെൻ മെറ്റീരിയൽ ഇഷ്യൂഡ്. മെറ്റീരിയൽ എ 2050 പീസസ് ആണ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത്. മെറ്റീരിയൽ ബി എന്ന് പറയുന്നത് 2980 പീസസ് ആണ് എന്ത് ചെയ്യുന്നത്, ഇഷ്യൂ ചെയ്തിരിക്കുന്നത്. അസ്യൂം മെറ്റീരിയൽ എ വാസ് പർച്ചേസ്ഡ് അറ്റ് ദി റേറ്റ് ഓഫ് 1. അതായത് മെറ്റീരിയൽ എ നമ്മൾ പർച്ചേസ് ചെയ്തത് 1 രൂപയ്ക്കാണ് ആക്ച്വലി പർച്ചേസ് ചെയ്തത്. മെറ്റീരിയൽ ബി എന്ന് പറയുന്നത് 2.10, 2 രൂപ 10 പൈസയ്ക്കാണ് നമ്മൾ മേടിച്ചിരിക്കുന്നതെന്നും വിചാരിക്കാം. അങ്ങനെയാണ് എന്ന് വരികിൽ നമ്മൾ എന്ത് ചെയ്യണം, മെറ്റീരിയൽ പ്രൈസ് വേരിയൻസ് കാണണം. പ്രൈസ് വേരിയൻസ് കാണാനുള്ള ഇക്വേഷൻ എന്തുവാ, സ്റ്റാൻഡേർഡ് പ്രൈസ് മൈനസ് ആക്ച്വൽ പ്രൈസ് ഇൻറ്റു സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി. അപ്പോൾ 2 മെറ്റീരിയലിൻ്റെ കേസാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് തന്നെ 2 മെറ്റീരിയൽ നമ്മൾ സെപ്പറേറ്റ് കണ്ടിട്ട് വേണം ടോട്ടൽ ചെയ്യാൻ. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് ഇവിടെ കാണിച്ചു തരാം. അപ്പം മെറ്റീരിയൽ പ്രൈസ് വേരിയൻസ് ഇക്വേഷൻ നമ്മൾ എഴുതി.
മെറ്റീരിയൽ എയുടെ പ്രൈസ് വേരിയൻസ് ആദ്യം കാണാം. മെറ്റീരിയൽ എയുടെ പ്രൈസ് വേരിയൻസ് കാണുമ്പോൾ നമ്മൾ ആദ്യം ഇതിനകത്ത് നോക്കണം SP സ്റ്റാൻഡേർഡ് പ്രൈസ് എത്രയാണ്? മെറ്റീരിയൽ എയുടെ സ്റ്റാൻഡേർഡ് പ്രൈസ് 1 ഇത് കണ്ടോ at ₹1. 1 രൂപ വെച്ച് രണ്ടെണ്ണത്തിന്, അങ്ങനെ 2 രൂപ എന്ന് വന്നു. അപ്പോൾ ഒരെണ്ണത്തിന് 1 രൂപയാണ്. അങ്ങനെ വരുമ്പോൾ സ്റ്റാൻഡേർഡ് പ്രൈസ് പെർ യൂണിറ്റ് എന്ന് പറയുന്നത് 1. അപ്പം മെറ്റീരിയൽ എയുടെ സ്റ്റാൻഡേർഡ് പ്രൈസ് 1. ആക്ച്വൽ പ്രൈസ് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്തതും 1 ആണ്. നമ്മൾ മേടിച്ചതും എവിടുന്ന എത്ര രൂപയ്ക്കാണ്? 1 രൂപയ്ക്ക് തന്നെയാണ്. അപ്പം 1 - 1 ഇൻറ്റു ആക്ച്വൽ ക്വാണ്ടിറ്റി യൂസ് ചെയ്ത് എത്ര ഈ പീസസ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട് മെറ്റീരിയൽ 2050 പീസസ് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പം 2050. അപ്പോൾ 1 - 1 × 2050 becomes 0. അതായത് പ്രൈസ് രണ്ടും സ്റ്റാൻഡേർഡും ആക്ച്വലും സെയിം ആയതുകൊണ്ടാണ് ഇത് 0 ആയിപ്പോയത്. ദെൻ മെറ്റീരിയൽ ബി. മെറ്റീരിയൽ ബിയുടെ എടുക്കുകയാണ് എന്ന് വരികിൽ മെറ്റീരിയൽ ബിയുടെ സ്റ്റാൻഡേർഡ് പ്രൈസ് എന്ന് പറയുന്നത് എത്രയാണ്? സ്റ്റാൻഡേർഡ് കോസ്റ്റ് 6 ആണ്. സ്റ്റാൻഡേർഡ് കോസ്റ്റ് 6, 3 എണ്ണത്തിന് 6. അപ്പോൾ സ്റ്റാൻഡേർഡ് പ്രൈസ് പെർ യൂണിറ്റ് എന്ന് പറയുന്നത് 2 ആണല്ലോ. അപ്പോൾ സ്റ്റാൻഡേർഡ് പ്രൈസ് പെർ യൂണിറ്റ് എന്ന് പറയുന്നത് 2. ദെൻ ആക്ച്വൽ റേറ്റ്, ആക്ച്വൽ കോസ്റ്റ് എത്ര വന്നു? നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്ത മെറ്റീരിയൽ ബി 2 രൂപയ്ക്ക് കിട്ടുമെന്നാണ് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്തത്. പക്ഷേ ഒരെണ്ണത്തിന് എത്ര രൂപ വെച്ച് വന്നു? 2 രൂപ 10 പൈസ വെച്ച് വന്നു. അപ്പോൾ 2 - 2.1 ഇൻറ്റു എത്ര ക്വാണ്ടിറ്റി യൂസ് ചെയ്തിട്ടുണ്ട്? 2980 പീസസ് എന്ന് പറയുമ്പോൾ നമുക്ക് 298 വന്നു. അപ്പോൾ ഇത് രണ്ടും കൂടെ ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് ടോട്ടൽ മെറ്റീരിയൽ പ്രൈസ് വേരിയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ എത്രയാണ്? 298. ദാറ്റ് ഈസ് അൺഫേവറബിൾ. അൺഫേവറബിൾ എന്ന് പറയാൻ കാരണം ഇവിടെ നോക്കിയേ, മെറ്റീരിയൽ ബി എന്ന് പറയുന്നതിൻ്റെ സ്റ്റാൻഡേർഡ് പ്രൈസ് കുറവും ആക്ച്വൽ പ്രൈസ് കൂടുതലാണ്. സോ നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന മൾട്ടിപ്ലൈ നമുക്ക് ഉത്തരം വരുമ്പോൾ അത് -298 ആണ് വന്നിരിക്കുന്നത്. സോ ദ റിസൾട്ട് ബിക്കംസ് -298. അതാണ് അൺഫേവറബിൾ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് പ്രൈസ് വേരിയൻസ് കിട്ടുന്ന ഫിഗർ ടോട്ടൽ ചെയ്ത് കിട്ടുന്ന ഫിഗർ നെഗറ്റീവ് ഫിഗർ ആണെങ്കിൽ അത് അൺഫേവറബിളും പോസിറ്റീവ് ഫിഗർ ആണെങ്കിൽ അത് ഫേവറബിൾ വേരിയൻസ് എന്നുള്ള രീതിക്കാണ് അവിടെ മെൻഷൻ ചെയ്യുന്നത്. ഓക്കെ, ദെൻ മൂവിങ് ഓൺ ടു ദി മെറ്റീരിയൽ ക്വാണ്ടിറ്റി വേരിയൻസ് അല്ലെ മെറ്റീരിയൽ യൂസേജ് വേരിയൻസ് എന്ന് പറയുന്നത്. മെറ്റീരിയൽ ക്വാണ്ടിറ്റി ഓർ യൂസേജ് വേരിയൻസ് റിസൾട്ട്സ് when actual quantities of raw materials used in production differ from standard quantity that should have been used to produce the output achieved. ഔട്ട്പുട്ട് അച്ചീവ് ചെയ്യുന്നതിനകത്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് നമ്മൾ സെറ്റ് ചെയ്തത് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റിയേക്കാളും കൂടുതലായിട്ടോ കുറവായിട്ടോ ആണ് ആക്ച്വൽ ക്വാണ്ടിറ്റി വന്നിരിക്കുന്നത് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ആ വേരിയൻസിനെയാണ് മെറ്റീരിയൽ ക്വാണ്ടിറ്റി വേരിയൻസ് എന്നുകൊണ്ട് പറയുന്നത്. It is that portion of direct material cost variance which is due to the difference between actual quantity used and the standard quantity specified. അതായത് 100 യൂണിറ്റ്സ് ഓഫ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് 50 കിലോഗ്രാം ഓഫ് മെറ്റീരിയൽ വേണ്ടി വരും എന്നുള്ളതാണ് എസ്റ്റിമേറ്റ് ചെയ്തത് എങ്കിൽ നമുക്ക് ആക്ച്വലി 60 യൂണിറ്റ്സ് 60 കിലോഗ്രാം നമ്മൾ യൂസ് ചെയ്തു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ആ ഡിഫറൻസിയേഷൻ സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി 50 കിലോഗ്രാം, ആക്ച്വൽ ക്വാണ്ടിറ്റി യൂസ് ചെയ്തത് 60 കിലോഗ്രാം, അത് തമ്മിലുള്ള ആ ഡിഫറൻസിയേഷനെയാണ് എന്ത് പറയുന്നത്? യൂസേജ് വേരിയൻസ് അല്ലെ ക്വാണ്ടിറ്റി വേരിയൻസ് എന്ന് പറയുന്നത്. It can be computed using the formula മെറ്റീരിയൽ ക്വാണ്ടിറ്റി വേരിയൻസ് ആയതുകൊണ്ട് തന്നെ ബ്രാക്കറ്റിൽ കിടക്കുന്ന ഇക്വേഷൻ മാറി എങ്ങനെ വന്നു? SQ - AQ. നമ്മൾ കുറച്ചുകൂടെ പ്രൈസ് വേരിയൻസ് വന്നപ്പോൾ SP - AP ഇൻറ്റു SQ എന്ന് പറഞ്ഞു. ഇവിടെ ഇപ്പോൾ ക്വാണ്ടിറ്റി വേരിയൻസ് ആയതുകൊണ്ടാണ് SQ - AQ ഇൻറ്റു സ്റ്റാൻഡേർഡ് പ്രൈസ് എന്ന് വന്നത്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിച്ചോണം, സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി എന്ന് പറയുമ്പോൾ എപ്പോഴും ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദ സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ഫോർ ആക്ച്വൽ ഔട്ട്പുട്ട്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക. ദെൻ ദ മെറ്റീരിയൽ ക്വാണ്ടിറ്റി വേരിയൻസ് ഫേവറബിൾ ആണോ അൺഫേവറബിൾ ആണോ എന്ന് നമുക്ക് അറിയാൻ പറ്റും. ഫേവറബിൾ ആണെന്ന് പറയണമെങ്കിൽ നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്ത സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റിയുടെ അത്രയും ആക്ച്വൽ ക്വാണ്ടിറ്റി ഉപയോഗിച്ചിട്ടില്ല എങ്കിൽ അത് ഫേവറബിൾ വേരിയൻസ് ആണെന്ന് ഉദ്ദേശിക്കുന്നത്. നമുക്ക് എക്സാമ്പിൾ നോക്കാം. സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ ഫോർ മാനുഫാക്ചറിംഗ് എ യൂണിറ്റ് ഓഫ് എ പെർട്ടിക്കുലർ പ്രോഡക്റ്റ് ഈസ് എസ്റ്റിമേറ്റഡ് ആസ് ഫോളോസ്. കണ്ടോ, ഒരു പെർട്ടിക്കുലർ പ്രോഡക്റ്റിൻ്റെ ഒരു യൂണിറ്റ്
ശ്രദ്ധിക്കണം, ഒരു പ്രോഡക്റ്റിൻ്റെ ഒരു യൂണിറ്റ് മാനുഫാക്ചർ ചെയ്യാനതിന് വേണ്ടിയിട്ട് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന സ്റ്റാൻഡേർഡ് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 16 കിലോഗ്രാം 1 രൂപ വെച്ചെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 1 രൂപ വെച്ച് 16 കിലോഗ്രാം. അപ്പോൾ സ്റ്റാൻഡേർഡ് പ്രൈസ് 1, സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ഫോർ എ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 16 കിലോഗ്രാം. ഓൺ കംപ്ലീഷൻ ഓഫ് യൂണിറ്റ് ഇറ്റ് വാസ് ഫൗണ്ട് ദാറ്റ് 20 കിലോഗ്രാം. അപ്പോൾ ഒരു യൂണിറ്റ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തപ്പോഴത്തേക്കിന് നമുക്ക് മനസ്സിലായി എത്ര കിലോഗ്രാം ഉപയോഗിച്ചു. 20 കിലോഗ്രാം ഓഫ് റോ മെറ്റീരിയൽ ഉപയോഗിച്ചു. എത്ര രൂപയുടെ മെറ്റീരിയലാണ് മേടിച്ചത്? 1.5 രൂപയുടെ മെറ്റീരിയലാണ് നമ്മൾ മേടിച്ചത്, നമുക്ക് വന്നത് അല്ലേ. അപ്പം നിങ്ങൾ നോക്കിയാൽ ശ്രദ്ധിച്ചറിയാം, ഒരു യൂണിറ്റ് മാനുഫാക്ചർ ചെയ്യാൻ വന്ന സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഇവിടെ എസ്റ്റിമേറ്റ് ചെയ്തത് 16 കിലോഗ്രാമേ വരത്തുള്ളൂ, 1 രൂപ വെച്ച് കിലോഗ്രാമിന് ആകും എന്നുള്ളതാണ് എസ്റ്റിമേറ്റ് ചെയ്തത്. ദാറ്റ് ഈസ് ദ സ്റ്റാൻഡേർഡ് പ്രൈസ് ആൻഡ് ദിസ് ഈസ് ദ സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി. എന്നാൽ ഒരു യൂണിറ്റ് കംപ്ലീറ്റ് ആയപ്പോഴാണ് മനസ്സിലായത് എത്ര യൂണിറ്റ്സ് ഓഫ് മെറ്റീരിയൽ ആവശ്യമായിട്ട് വന്നു. 20 കിലോഗ്രാം മെറ്റീരിയൽ ആവശ്യമായിട്ട് വന്നു. ദാറ്റ് ഈസ് ദ ആക്ച്വൽ ക്വാണ്ടിറ്റി. എത്ര രൂപയുടെ? 1.5 പെർ കിലോഗ്രാം അല്ലേ. അപ്പം മെറ്റീരിയൽ വേരിയൻസ് കാൽക്കുലേറ്റ് ചെയ്യുവാണെങ്കിൽ എങ്ങനെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം? ഈ മെറ്റീരിയൽ വേരിയൻസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മെറ്റീരിയൽ വേരിയൻസ് എന്ന് പറയുമ്പോൾ ഈ തന്നിരിക്കുന്ന ഇൻഫോർമേഷൻ വെച്ച് നമ്മൾ ഇതുവരെ പഠിച്ച 3 ഇക്വേഷൻസ് നമുക്കൊന്ന് ചെയ്യാം. അതായത് ആദ്യം മെറ്റീരിയൽ പ്രൈസ് വേരിയൻസ് കാണും. മെറ്റീരിയൽ പ്രൈസ് വേരിയൻസ് എന്ന് പറയുമ്പോൾ സ്റ്റാൻഡേർഡ് പ്രൈസ് മൈനസ് ആക്ച്വൽ പ്രൈസ് ഇൻറ്റു ആക്ച്വൽ ക്വാണ്ടിറ്റിയാണ്. ഓക്കെ, അപ്പോൾ സ്റ്റാൻഡേർഡ് പ്രൈസ് എന്ന് പറയുന്നത് എത്രയാണ്? 1 ആണ്. ആക്ച്വൽ പ്രൈസ് 1.5 ഇൻറ്റു ആക്ച്വൽ ക്വാണ്ടിറ്റി യൂസ്ഡ് 20 kg എന്ന് പറയുമ്പോൾ -10 വരും. പ്രൈസ് വേരിയൻസ് അഡ്വേഴ്സ് ആണ്, -10. ദെൻ മെറ്റീരിയൽ ക്വാണ്ടിറ്റി വേരിയൻസ്. മെറ്റീരിയൽ ക്വാണ്ടിറ്റി വേരിയൻസ് എന്ന് പറയുമ്പോൾ SQ മൈനസ് KQ ഇൻറ്റു SP എന്നാണ്. അപ്പോൾ SQ എന്ന് പറയുന്ന സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്തത് 16 ആണ്. പക്ഷേ ആക്ച്വൽ ക്വാണ്ടിറ്റി എത്ര യൂസ് ചെയ്തു? 20 കിലോഗ്രാം. അപ്പോൾ 16 മൈനസ് 20 ഇൻറ്റു സ്റ്റാൻഡേർഡ് പ്രൈസ് 1. അപ്പം നമുക്ക് അവിടെയും അഡ്വേഴ്സ് വേരിയൻസ് ആണ് വന്നിരിക്കുന്നത്. ക്വാണ്ടിറ്റിയും അഡ്വേഴ്സ് വേരിയൻസ് ആണ് 4. ദെൻ MCV കാണും. മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ് കാണാനുള്ള ഇക്വേഷൻ SP ഇൻറ്റു SQ മൈനസ് AP ഇൻറ്റു AQ. ആ ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ 1 ഇൻറ്റു 16 മൈനസ് 1.5 ഇൻറ്റു 20. അന്ന് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് അഡ്വേഴ്സ് ഫിഗർ ആണ് വേരിയൻസ് വന്നിരിക്കുന്നത് 14. ഓക്കെ, ഇനി ഈ കിട്ടിയ ഉത്തരം കറക്റ്റ് ആണോ എന്നുള്ളത് ക്രോസ് വെരിഫൈ ചെയ്യാൻ നമുക്ക് പറ്റും. നമ്മൾ ചെയ്തിട്ടുള്ള ഉത്തരം അല്ലെ മെറ്റീരിയൽ പ്രൈസ് വേരിയൻസ്, മെറ്റീരിയൽ ക്വാണ്ടിറ്റി വേരിയൻസ്, മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ്, ഇവ കിട്ടിയ ഉത്തരം നമുക്ക് കറക്റ്റ് ആണോ നമുക്ക് തന്നെ ക്രോസ് ചെക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ രീതിക്കാണ്. അതായത് സെപ്പറേറ്റ്ലി ഇക്വേഷൻ ബേസിസിൽ നമ്മൾ കണ്ടുപിടിച്ച ഉത്തരം കറക്റ്റ് ആണെന്ന് അറിയുന്നത് ഇങ്ങനെയാണ്. MPV എന്ന് പറയുന്ന വാല്യൂ -10, MQV എന്ന് പറയുന്നത് -4. ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ -14 തന്നെ വരുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കണം. അങ്ങനെയാണെങ്കിൽ ഉത്തരം കറക്റ്റ് ആണ്. ഓക്കെ, ഇതൊക്കെ നോട്ട്ബുക്കിൽ വർക്കൗട്ട് ചെയ്താണ്. നമ്മൾ ഈ പ്രോബ്ലം ഓരോന്നും കാണിക്കുന്ന ഓരോന്നും ചെയ്യുന്നത് നിങ്ങൾ നോട്ട്ബുക്കിൽ വർക്കൗട്ട്